കേരള പ്രൈം ടുഡേയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം മലനിര ക്ഷേത്രത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്നിവിടെ മഹോത്സവമാണ്, മലക്കുട മഹോത്സവം. ഏറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. മഹാഭാരത യുദ്ധമുണ്ടാകാൻ കാരണക്കാരിൽ ഒരാളായിരുന്നു ശകുനി. പവിത്രേശ്വരം മായങ്കോട്ട് മലനിര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശകുനി ദേവൻ. പുരാണത്തിൽ ശകുനി വില്ലനാണെങ്കിലും പവിത്രേശ്വരംകാർക്ക് കൺകണ്ട ദൈവമാണ്. പുരാണത്തിലെ വില്ലന് താരപരിവേഷം നൽകുന്ന ഇന്ത്യയിലെ ഏക ശകുനി ക്ഷേത്രമാണിത്. തികച്ചും ദ്രാവിഡ ആചാരരീതി പ്രകാരമുള്ള പൂജകളാണ് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കള്ള്, മദ്യം, ആട്, കോഴി, അടുക്ക്, വിത്ത്, നെല്ല് തുടങ്ങിയവയാണ് ഇവിടെ നേർച്ചയായി സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉച്ചാര മഹോത്സവത്തിനും പ്രത്യേകതകളുണ്ട്. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ തന്റെ കാർഷിക വിളവെടുപ്പ് നടത്തുന്ന ദിവസമാണ് ഉച്ചാര. ഇങ്ങനെ വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു പങ്ക് ശകുനി ദേവന് സമർപ്പിക്കുന്ന ദിനമാണ് ഉച്ചാര മഹോത്സവം. ഇതിന്റെ ഭാഗമായി ഈ ദിവസം ശകുനി ദേവന് കരിക്ക് ബലി നടത്തുന്നു. ഞാൻ ക്ഷേത്ര ഭരണസമിതിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് CS സുനിൽചന്ദ്രൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണത്. ഭാരതത്തിലെ ഏക ശകുനി ദേവക്ഷേത്രം. ദ്രാവിഡ ആചാര പെരുമയ്ക്കാണ് പ്രാധാന്യമുള്ളത്. ദ്രാവിഡ ആചാരനിഷ്ഠമായ പൂജകളാണ് ഇവിടെ ഉള്ളത്. മദ്യം, അടുക്ക്, കലശം, ആട്, പട്ട്, കോഴി, നെൽപ്പറ, നാണയപ്പറ, മുത്തുക്കുട എന്നിവയാണ് പ്രധാനമായ നേർച്ച സാധനങ്ങൾ. പിന്നെ ഐതിഹ്യം പറയുന്നത് പാണ്ഡവ കൗരവ യുദ്ധ സമയത്ത് കൗരവരുമായി ശകുനിദേവൻ ഇവിടെ എത്തി അവർക്ക് ആയുധം പകുത്തു കൊടുത്തുവെന്നും അങ്ങനെ ആയുധം പകുത്തു കൊടുത്തപ്പോൾ പകുത്തേശ്വരം എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം പവിത്രേശ്വരമായി മാറിയെന്നുമാണ്. തിരിച്ച് മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ശകുനിദേവൻ സമീപത്തുള്ള പരമശിവൻ്റെ മോക്ഷം നേടി ഇവിടെ കുടുകുഴു എന്നുള്ളതാണ് വിശ്വാസം. അതാണ് ഈ നാടിൻ്റെ ഐതിഹ്യം. ഇവിടെ അടുത്ത് തന്നെ ഇതിനോട് സമീപത്ത് തന്നെ കൗരവമായി ബന്ധപ്പെട്ട ദുശ്ശളയ്ക്കും കർണനും പെരുവത്തി മലയാളിയും ദുര്യോധനും ക്ഷേത്രമുണ്ട്. അതാണ് ക്ഷേത്ര ഐതിഹ്യം. ഇവിടെ എല്ലാ വർഷവും മലയാള മാസം മകരം 28 ഉച്ചാര ദിവസം. ഉച്ചാര ദിവസം തന്നെ ഉച്ചാര എന്ന ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായി ആഘോഷിക്കുന്ന കേരളത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് മലനിര ക്ഷേത്രം. ഇവിടെ ശകുനിദേവന് അതിൻ്റെ ചരിത്രം പോലും പറയണത് ഉച്ചാര ദിവസം കാർഷിക വിളവെടുപ്പിൻ്റെ ദിവസമാണ്. കാർഷിക വിളവെടുപ്പിൻ്റെ ഭാഗമായി വിളവെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ ദേവന് സമർപ്പിക്കുന്ന ദിവസമാണ് ഉച്ചാര ദിനം. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പ്രധാന ചടങ്ങായ കരിക്കുബലി. എല്ലാ ദിവസവും ഇന്നേ ദിവസം മകരചിത്രത്തിന് വൈകിട്ട് 6:45 മണിക്കാണ് കരിക്കുബലി ഉള്ളത്. കരിക്കുബലി ദേവന് മുന്നിൽ വിശ്വാസികൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൂടത്തെ കരിക്ക് സമർപ്പിക്കുകയാണ്. ആ കരിക്ക് ദേവൻ്റെ മുന്നിലുള്ള തറയിൽ ഉടച്ച് ചെയ്യുന്നതാണ് കരിക്കുബലി. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് മലക്കുട എഴുന്നള്ളത്ത്. മലക്കുട എഴുന്നള്ളത്ത് ഇന്നേ ദിവസം വൈകിട്ട് 3:30 ശേഷം ആരംഭിക്കും. മലക്കുടയുമായി ക്ഷേത്ര ഊരാളിയും പിണിയാൾമാരും ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. വിവിധങ്ങളായ കെട്ടുകാഴ്ചകളുടെ സ്ഥലങ്ങളിലേക്ക് പോയി ദേശവാസികളെ അനുഗ്രഹിച്ചുകൊണ്ട് മലക്കുടയുമായി തിരിച്ച് പ്രവേശിക്കും. അനുഗ്രഹം കിട്ടിയതിന് ശേഷം എല്ലാ പ്രദേശത്തുമുള്ള കെട്ടുകാഴ്ചകൾ ദേവനിലേക്ക് ഇവിടേക്ക് എത്തുകയാണ്. അങ്ങനെ നാടിൻ്റെ ആകെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ് മലക്കുട മഹോത്സവം. കൊടിയേറ്റ് ഉയർന്നത് ദ്രാവിഡ പെരുമ സംരക്ഷിക്കാൻ വേണ്ടി കുമ്മിടിമരം എന്ന് പറഞ്ഞ ഒരു വളരെ പ്രാചീനമായി അപൂർവമായി കാണപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുമ്മിടിമരം പ്രധാന ദേവൻ്റെ തറയോട് ചേർന്ന് കിഴക്ക് വശമുണ്ട്. ആ മരത്തിന് മുകളിലാണ് ഈ കൊടിയേറുന്നത്. കൊടിയേറിയതിന് ശേഷം മലദേവ വിശ്വാസികൾക്ക് നേർച്ചക്കൊടി സമർപ്പിക്കാം. ഈ കിട്ടുന്ന നേർച്ചക്കൊടിയും ഉയരുന്ന കൊടിയും അഴിക്കുന്നത് തൊട്ടടുത്ത വർഷം മകര 20 അന്നേ ദിവസം രാവിലെ മാത്രമായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകതയും വൈവിധ്യവുമാർന്ന ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത്. ശകുനി പ്രതിഷ്ഠയ്ക്ക് സമീപത്തായുള്ള മൂർത്തിക്കാണ് കള്ളും മദ്യവും കോഴിയും ആടിനെയൊക്കെ നേർച്ചയായി സമർപ്പിക്കുന്നത്. ഉത്സവ ദിനത്തിലെ ക്ഷേത്രത്തിലെ ഭാരതം കളിയാണ് പ്രധാന ആകർഷണം. ആദിദ്രാവിഡ പഴങ്കുടി ഗോത്ര കലാരൂപമാണ് ഭാരതം കളി.
ഭഗവത്ഗീതയും രാമായണവും മിക്ക ക്ഷേത്രങ്ങളിലും പാരായണം ചെയ്യുമ്പോൾ മഹാഭാരതം പാരായണം ചെയ്യുന്ന ക്ഷേത്രമെന്ന പ്രത്യേകത കൂടി പവിത്രേശ്വരം മായങ്കോട്ട് മലനിര ക്ഷേത്രത്തിനുണ്ട്. ദ്രാവിഡ ആചാരപ്രകാരം ശകുനി ദേവൻ കുടികൊള്ളുന്ന രാജ്യത്തെ ഏക ക്ഷേത്രമായ മലനിര ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് ദിനം പ്രതി എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.